ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ സംസ്ഥാനത്ത് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിൻ്റെ ആദ്യഘട്ടമാണ്. 20-ലധികം വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് മാത്രമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അത് ഒന്നാം ഘട്ടം മാത്രമാണ് എന്ന് നമുക്കറിയാം. അവിടെ അങ്ങനെ മാത്രമേ ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയൂ. അതിൻ്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതീവ സുരക്ഷ വേണ്ട ഒരു സംസ്ഥാനമാണത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലോക്സഭയിലേക്ക് 5 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ പോലും ഓരോ ലോക്സഭാ മണ്ഡലം ഒരു ഘട്ടം എന്നുള്ള നിലക്ക് 5 ഘട്ടങ്ങളിലായിട്ടാണ് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇത്തവണ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. കാരണം 10 കൊല്ലത്തിന് ശേഷമാണ് ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പ് അവിടെ നടക്കുന്നത്. ഇതിനു മുമ്പ് ഏറ്റവും ഒടുവിൽ നടന്നത് 2014-ലാണ്. കൂടാതെ ഇപ്പോൾ അത് കേന്ദ്രഭരണ പ്രദേശം കൂടിയാണ്. അതിനെ രണ്ടാക്കി ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്രഭരണ പ്രദേശമാക്കിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന ജമ്മു കാശ്മീരിന് ചില പ്രത്യേക അധികാരങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്തതിന് ശേഷം നടക്കുന്ന വലിയ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദാംശങ്ങളടങ്ങിയ വീഡിയോ ഞാൻ മറ്റു പല ചാനലുകളിൽ ചെയ്തുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇത്തവണ അവിടെ കാശ്മീരിൽ എന്ത് സംഭവിക്കും, എന്ത് സംഭവിക്കാനാണ് കൂടുതൽ സാധ്യത, ആർക്കാണ് മുൻതൂക്കം എന്ന് പരിശോധിക്കുന്നതിന് മുൻപ് നമുക്ക് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെയാണ് എന്നുള്ളതും അതിൽ 2014 മുതൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ആർക്കൊക്കെയാണ് മേൽക്കൈകൾ ഉണ്ടായത് എന്നും നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു റീജിയൻ്റെയും മതപരമായ ആളുകളും ഒക്കെ എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ള ആകെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏതാണ്ട് 1.56 കോടിയാണ്. ഏതാണ്ട് 1.25 കോടിയായിരുന്നു നേരത്തെ. ഇപ്പോൾ അതെൻ്റെ 1.56 കോടിയോളം വരുന്ന ജനസംഖ്യയാണ് അവിടെ ഉള്ളത്. അതിൽ തന്നെ 85,67,000 പേർ തന്നെ ഏതാണ്ട് 68.33% മുസ്ലിംസാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് കൂടുതലുള്ളത്. കൂടാതെ അടുത്ത കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് 28.44% ഉള്ളത് ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. അതിൽ തന്നെ കാശ്മീർ വാലിയിലാണ് മുസ്ലിങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യമുള്ളത്. അവിടെ 97.06% മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. ഹിന്ദുക്കൾ എന്ന് പറയുന്നത് അവിടെ 2.11% മാത്രമേ ഉള്ളൂ. പിന്നെ സിഖുകാർ 0.58% ഉണ്ട് കാശ്മീർ വാലിയിൽ. ഇതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട മതങ്ങൾ, ആളുകൾ അനുഷ്ഠിച്ചു വരുന്ന മതങ്ങൾ ഇതാണ്. ജമ്മുവിൽ ഹിന്ദുക്കളാണ് 84%. അതിൽ തന്നെ ഇസ്ലാം എന്ന് പറയുന്നത് 7% മാത്രമേ ഉള്ളൂ. പിന്നെ സിഖുകാർ ഏതാണ്ട് 2% ഉണ്ട്. ഈ ജനസംഖ്യയൊക്കെ വന്നതിന് ചില കാരണങ്ങളുണ്ട് കേട്ടോ. അവിടെ ഏതാണ്ട് 1990-കളിൽ 77,000 വരുന്ന കാശ്മീരി പണ്ഡിറ്റ് ഫാമിലികൾ ഉണ്ടായിരുന്നു ജമ്മുവിൽ. പക്ഷെ അതിൽ നിന്നാണ് ഇപ്പോൾ അവിടെ ഏതാണ്ട് 800ഓളം വരുന്ന ഫാമിലികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ചരിത്രത്തിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ അവിടെ നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 2014 അവിടുത്തെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ജയിച്ചിട്ടുള്ളത് നമ്മുടെ മുഫ്തി മുഹമ്മദ് സയ്യിദിൻ്റെയൊക്കെ മകളുടെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഉണ്ടായിരുന്നു. അദ്ദേഹം 2016-ലാണ് മരിച്ചത് എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്നൊരു പാർട്ടി, അവർക്ക് ഏതാണ്ട് 28 സീറ്റുകൾ കിട്ടി. അതായത് കഴിഞ്ഞ തവണ, അതിന് തൊട്ട് മുമ്പത്തെ തവണ അവർക്ക് കിട്ടിയത് 21 സീറ്റുകളാണ്. അവർക്ക് 28 സീറ്റുകൾ കിട്ടി. അവരുടെ വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 22.67 ആയിരുന്നു. എന്ന് പറഞ്ഞാൽ 7% വോട്ടുകൾ അവിടെ വർദ്ധിച്ചു. തൊട്ട് സെക്കൻഡ് വന്ന പാർട്ടി എന്ന് പറയുന്നത് അന്നാണ് BJP വലിയ മുന്നേറ്റം നടന്നത്. BJP ആണ്. BJP അവിടെ 25 സീറ്റുകൾ നേടി. ഏതാണ്ട് ഈ മുഫ്തി മുഹമ്മദ് സയ്യിദിൻ്റെയൊക്കെ പാർട്ടി, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളാണ് നയിക്കുന്നത്, മെഹബൂബ മുഫ്തി, അവരുടെ പാർട്ടിയുടെ തൊട്ട് താഴെ വന്നത് BJP ആണ്. BJPക്ക് 25 സീറ്റുകൾ കിട്ടി. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 11 സീറ്റുകൾ ഉണ്ടായിരുന്നുള്ളൂ. അതൊറ്റടിക്ക് 14 സീറ്റുകൾ വർദ്ധിച്ചുകൊണ്ട് അവർക്ക് 25 സീറ്റുകൾ കിട്ടി. 22.98% വോട്ട് കിട്ടി. ആ വോട്ട് ഷെയർ തന്നെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ 10.5% വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് BJP അവിടെ വലിയ നേട്ടമുണ്ടാക്കിയത്. പ്രത്യേകിച്ചും അത് ജമ്മു റീജിയണിൽ നിന്നാണ്. പിന്നെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് എന്ന് പറയുന്ന പാർട്ടിയാണ്. അവർക്ക് 28 സീറ്റുകൾ കഴിഞ്ഞവണ ഉണ്ടായിരുന്നു. പക്ഷെ അത് കുറഞ്ഞ് 15 സീറ്റുകളായി. അവരുടെ വോട്ട് ഷെയറിൽ 2.27% കുറവേ ഉണ്ടായിരുന്നുള്ളൂ. 20.77% വോട്ട് ഷെയർ ഉണ്ടായി. പക്ഷേ എങ്കിലും അവരുടെ വോട്ടെന്ന് പറയുന്നത്, സീറ്റുകളുടെ നമ്പർ എന്ന് പറയുന്നത് 13 കുറഞ്ഞു. പിന്നെ ഏറ്റവും വലിയ കനത്ത നഷ്ടമുണ്ടായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ്. അത് 17 സീറ്റ് ഉണ്ടായിരുന്നു, അവർ 12 സീറ്റിലേക്ക് വന്നു. വോട്ട് ഷെയറിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. 18.01 വോട്ട് ഷെയർ അവർക്ക് കിട്ടിയിരുന്നു. വെറും 0.25% വോട്ടുകൾ മാത്രമാണ് അവർക്ക് 2014 കുറഞ്ഞത്. ഞാൻ പറയുന്നത് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. അതേസമയം തന്നെ 2014
അവിടെ 2019 ലോക്സഭയിലേക്ക് പിന്നീട് തെരഞ്ഞെടുപ്പായിരുന്നു. ആ ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ കുതിച്ചുകയറ്റമുണ്ടായി. 46.24% വോട്ടുകളുണ്ടായി. അതായത് 2019 വരുമ്പോൾ വീണ്ടും അവർക്ക് 12% വോട്ട് ഷെയർ കൂടുകയും അവരേതാണ്ട് 3 സീറ്റുകളിൽ ലോക്സഭയിലേക്ക് ജയിക്കുകയും ചെയ്തു. പിന്നെ തൊട്ടടുത്ത പാർട്ടി എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് ആയിരുന്നു. അവർക്ക് അവിടെ 3 സീറ്റുകളിൽ അവർ ജയിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0-ൽ നിന്ന് 3 സീറ്റുകളിലേക്ക് ജയിച്ചു. 7.9% വോട്ട് ഷെയറാണ് അവർക്ക് ഉണ്ടായിരുന്നത്. കോൺഗ്രസ്സിന് പക്ഷേ അതിനേക്കാളൊക്കെ വലിയ വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. 28.38% വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. 5% വോട്ട് അവർക്ക് കൂട്ടാൻ കഴിഞ്ഞു. പക്ഷേ എങ്കിൽ പോലും അവർക്ക് സീറ്റുകളൊന്നും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം 2019. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ 2024 വരുന്നത്. 2024 വരുമ്പോൾ അവിടെ BJPയുടെ വോട്ട് 23% വോട്ട് ഷെയറിൽ വലിയ കുറവുണ്ടായി. എന്ന് പറഞ്ഞാൽ 24.36% വോട്ട് ഷെയറും, പക്ഷേ 2 സീറ്റുകൾ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു 5 എണ്ണത്തിൽ. ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസിന് 22.3% വോട്ടുകളാണ് ഉണ്ടായത്. അതായത് കഴിഞ്ഞ തവണത്തേനേക്കാൾ 14% വോട്ടുകൾ അവർ വർദ്ധിപ്പിച്ചു. പക്ഷേ അവർക്ക് 2 സീറ്റുകൾ ജയിക്കാൻ കഴിഞ്ഞു. അങ്ങനെ 4 സീറ്റുകളാണ് നേടിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് 19% വോട്ട് ഷെയർ ഉണ്ടായി. അവരുടെ വോട്ടുകൾ ഇടിയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ എങ്കിൽ 19% വരുന്ന വോട്ട് ഷെയറുകളുണ്ടായി. യഥാർത്ഥത്തിൽ ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നാഷണൽ കോൺഫറൻസും അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. അവർക്ക് ഏതാണ്ട് 31.5% വരുന്ന വോട്ട് ഷെയറുകളുണ്ട്. അതേസമയം BJPക്ക് 24.36% വോട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അതുപോലെ മെഹബൂബ മുഫ്തിയുടെ പാർട്ടി പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ആ പാർട്ടിക്ക് കിട്ടിയത് 8.5% വരുന്ന വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ അവിടെ ജയസാധ്യത തീർച്ചയായിട്ടും കൂടുതലുള്ളത് ഈ പറയുന്ന നാഷണൽ കോൺഫറൻസും കോൺഗ്രസും തമ്മിലുള്ള സഖ്യത്തിനാണ്. അത് തന്നെ BJP എത്രത്തോളം ജമ്മുവിൽ അവരുടെ ഒരു ഹോൾഡ് പിടിച്ചു നിർത്തും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതിനേക്കാളൊക്കെ മുഖ്യമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് അവിടെ താൽക്കാലികമായി അടിച്ചമർത്തപ്പെട്ട ഒരു ശാന്തത പ്രത്യേകിച്ചും കാശ്മീർ വാലിയിലെല്ലാം ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, നേരത്തെ കാശ്മീർ വാലിയിലൊക്കെ നിരവധി ആക്രമണങ്ങൾ നടക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെ ആക്രമണങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ കൂടുതൽ ആക്രമണങ്ങൾ ജമ്മു റീജിയനിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാം. ജമ്മു റീജിയണിൽ കഴിഞ്ഞ ഏതാണ്ട് ദിവസങ്ങളിൽ തന്നെ നിരവധി നമ്മുടെ സൈനികരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇപ്പോഴും അശാന്തമാണ് എന്നുള്ളത് നമുക്ക് പറയാതെ വയ്യ. കാശ്മീർ വാലി എന്ന് പറയുന്നത് ഇപ്പോഴും ആളുകളൊക്കെ ഇപ്പോൾ അവിടെ സന്ദർശിച്ച പലരുടെയും റിപ്പോർട്ടുകൾ ഞാൻ വായിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം, പുറമെ ഒരു ശാന്തത ഉണ്ടെങ്കിലും അതൊരു വോൾക്കാനോൻ്റെ മുകളിലിരിക്കുന്ന ഒരു പ്രതീതിയാണ്. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡ്രഗിൻ്റെയൊക്കെ ട്രേഡ്, അതായത് ഡ്രഗ്സുകളുടെയൊക്കെ ട്രേഡ് ഇപ്പോഴും അവിടെ നിർബാധം നടക്കുന്നു എന്നുള്ളതും ഇക്കണോമിക്കലിയുള്ള ഡെവലപ്മെൻറ്റുകൾ അവിടെ ഉണ്ടാവുന്നില്ല എന്നുള്ളതും അവിടത്തെയുള്ള തൊഴിലില്ലായ്മ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതുമൊക്കെ വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതിനെല്ലാറ്റിനും ഉപരിയായിട്ട് നമുക്കെല്ലാം അറിയാം, പാകിസ്ഥാൻ്റെയൊക്കെ കുത്തിത്തിരിപ്പുകൾ, ലഷ്കർ-എ തോയ്ബയുടെയൊക്കെ അടക്കം നിരവധി സംഘടനകളുടെ കുത്തിത്തിരിപ്പുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ഇതിനെല്ലാം വളരെ കൃത്യമായി നമുക്ക് വെളിവാക്കി തരുന്നൊരു കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവാമി ഇത്തിഹാദ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ നേതാവ്, അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൾ റഷീദ് ഷെയ്ഖ് എന്നാണ് യഥാർത്ഥത്തിലുള്ള പേര്. പക്ഷേ അദ്ദേഹം വളരെ വ്യാപകമായി അറിയപ്പെടുന്നത് എഞ്ചിനീയർ റാഷിദ് എന്നാണ്. അതിൻ്റെ കാരണം അദ്ദേഹം ഒരു എഞ്ചിനീയറിംഗിലൊരു ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഈ എഞ്ചിനീയർ റാഷിദ് എന്ന് പറയുന്ന ഒരാൾ കഴിഞ്ഞ തവണ അവിടുത്തെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവായിട്ടുള്ള ഒമർ അബ്ദുള്ളയെ ബാരാമുള്ളയിൽ പരാജയപ്പെടുത്തിയിരുന്നു. ആ പരാജയപ്പെടുത്തിയത് 2 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ്. കൂടാതെ നിങ്ങൾ അറിയേണ്ടത്, അദ്ദേഹം ജയിലിൽ കിടക്കുകയായിരുന്നു. UAPA ചുമത്തി, അതായത് ടെററിസ്റ്റ് ഫണ്ടിങ് നടത്തി എന്ന് പറയുന്ന ആരോപണങ്ങളുടെ പുറത്ത് അദ്ദേഹം 5 കൊല്ലത്തോളമായി തീഹാർ ജയിലിൽ കിടക്കുമ്പോഴാണ് അദ്ദേഹത്തെ 2 മക്കൾ, അദ്ദേഹത്തിന് ഏറ്റവും മൂത്ത മകൻ്റെ പേര് അബ്ദുൾ റാഷിദ് ഷെയ്ഖ് എന്നാണ്. പുള്ളിയാണ് ഇതിൻ്റെ പ്രചരണത്തിൻ്റെ ചുമതലകളെല്ലാം ഏറ്റെടുത്തത്. പിന്നെ വേറൊരു മകനും കൂടിയുണ്ട്. ഈ 2 മക്കൾ ഏതാണ്ട് 2 ആഴ്ച കൊണ്ട് പ്രചരണം നടത്തിയിട്ടാണ് ഈ പറയുന്ന നമ്മുടെ അബ്ദുൾ റഷീദ് ഷെയ്ഖ് എന്ന് പറയുന്ന എഞ്ചിനീയർ റാഷിദ് എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരാൾ 2 ലക്ഷം വോട്ടിലധികം ജയിച്ചത് എന്നുള്ളത് നിങ്ങൾ അറിയുമ്പോൾ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഇപ്പോൾ അവിടെ ഉണ്ടെന്നുള്ളതും അവരുടെ ജനങ്ങളുടെ മനസ്സിനെ വിജയിക്കാൻ നമ്മുടെ ഗവൺമെൻറ്റുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നും ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഞാൻ ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്തതിനെ അനുകൂലിക്കുന്ന ഒരാളാണ്. അവിടെ BJP ഗവൺമെൻറ് നടത്തിയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഇടപെടലുകളെ തീർച്ചയായിട്ടും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്.
പക്ഷേ ഗവൺമെൻറ്റുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് അവിടുത്തെ ജനങ്ങൾ, ഇപ്പോൾ ജമ്മുവിലൊക്കെ തന്നെ അവിടെ നിന്നുള്ള ബിസിനസ്സുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, അവിടെയുള്ള തൊഴിലവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ പലപ്പോഴും റോഡുകളും ബ്രിഡ്ജുകളും ഒക്കെ വലിയ തോതിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാക്കാനായിട്ട് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് അവിടെ വലിയ നേതാക്കന്മാരെ സൃഷ്ടിക്കുകയും ആ നേതാക്കന്മാർ വഴി ജനങ്ങളുടെ ഉള്ളിലെ ഒരു മനസ്സിലേക്ക് ഇടം കണ്ടെത്താൻ കഴിയുന്ന ആളുകളെയും ഒക്കെ സൃഷ്ടിച്ചില്ലെങ്കിൽ ജമ്മു കാശ്മീർ ഇപ്പോഴും അപകടത്തിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന എഞ്ചിനീയർ റാഷിദൊക്കെ ജയിച്ചേക്കുന്നത് അവിടെ ആ ബാരാമുള്ളയിൽ 54% വോട്ട് നേടിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. സാധാരണ അവിടെ വോട്ട് നേടുന്ന കക്ഷികളുടെയൊക്കെ വോട്ട് പെർസെൻറ്റേജ് പറഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു പാർട്ടി പോലും അവിടെ 25-30% മുകളിലേക്ക് വോട്ട് ഷെയർ പോയിട്ടില്ല. അങ്ങനെ പോകാത്ത, അതായത് 2014 പോയിട്ടില്ല, 2019 പോയിട്ടില്ല, 2024 പോയിട്ടില്ല. ആകെ പോയത് BJP മാത്രമാണ് 46% വോട്ട് ഷെയർ നേടിയത്. അപ്പോൾ ആ 46%-ത്തിനേക്കാൾ വോട്ട്, ഏതാണ്ട് 8% വീണ്ടും കൂടുതൽ നേടി 54% വോട്ട് ഷെയർ നേടിക്കൊണ്ടാണ് നമ്മുടെ എഞ്ചിനീയർ റാഷിദ് ബാരാമുള്ളയിൽ ജയിച്ചത് എന്ന് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ വികാരം എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അദ്ദേഹം നിരോധിക്കപ്പെട്ട ചില പാർട്ടികളൊക്കെ അദ്ദേഹത്തെ സഹായിച്ചിരുന്നു എന്നുള്ളത് നിങ്ങൾ അറിയണം. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് വലിയ പ്രാമുഖ്യം കിട്ടുന്ന ഒരു രീതി ഇപ്പോഴും കാശ്മീരിലുണ്ട്, കാശ്മീർ വാലിയിലുണ്ട്. അതിനെ ഇന്ത്യ അഡ്രസ്സ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് തന്നെ 40 കൊല്ലത്തെ ചരിത്രത്തിൽ, കാശ്മീരിൻ്റെ 40 കൊല്ലത്തെ ചരിത്രത്തിൽ, ബാരാമുള്ളയുടെ 40 കൊല്ലത്തെ ചരിത്രത്തിൽ ഏറ്റവും വലിയ റെക്കോർഡ് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ്. അതിനു മുമ്പാണ്, 40 കൊല്ലം മുമ്പാണ് ഇത്തരത്തിൽ 54% വോട്ട് ഷെയർ നേടിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ വോട്ട് ഷെയർ നേടിയിട്ടുള്ള ഈ പറയുന്ന പോലെ എഞ്ചിനീയർ റാഷിദും ഒക്കെ അവിടെ നിന്ന് ഈസിലി, അതും തീഹാറിൽ കടന്നുകൊണ്ട് വെറും 2 ആഴ്ചത്തെ തെരഞ്ഞെടുപ്പ് മാത്രം നടത്തിക്കൊണ്ട് ഒരു സിമ്പതി വേവ് സൃഷ്ടിക്കാനും അദ്ദേഹത്തെ ജയിപ്പിക്കാനുമൊക്കെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ അല്ലെങ്കിൽ സ്വതന്ത്രരായി മത്സരിച്ച ആൾക്കോ കഴിയുകയും, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്കറിയാമല്ലോ, അബ്ദുള്ള ഫാറൂഖ്, നേരത്തെ തന്നെ ഈ ഒമർ അബ്ദുള്ളയുടെയൊക്കെ കുടുംബം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പിതാവോടെ മുഖ്യമന്ത്രിയായിരുന്നു, വലിയ പ്രാമുഖ്യമുള്ള കുടുംബമാണ്. ആ ഒമർ അബ്ദുള്ളയെ പോലെ ഒരാളെപ്പോലും തോൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ അപകടകരമായിട്ടുള്ള സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവണം. അത് ജനങ്ങളുടെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ അവിടെ നിന്നുണ്ടാവണം. ഇതിനിടയിൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഗുലാം നബി ആസാദൊക്കെ ഈ 2014 തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കിയിട്ട് ആ പാർട്ടിയിൽ നിന്ന് ഇപ്പം നിരവധി ആളുകൾ വിട്ടുപോവുകയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടാതാവുകയൊക്കെ ചെയ്ത അവസ്ഥ നമുക്കുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നേതാക്കന്മാർക്കൊന്നും അവിടെ വലിയ തോതിലുള്ള പിന്തുണ കിട്ടുന്നില്ല എന്നുള്ളതും, എഞ്ചിനീയർ റാഷിദ് പോലെയുള്ള ആളുകൾക്കൊക്കെ പ്രത്യേകിച്ചും കാശ്മീർ വാലിയിൽ, ബാരാമുള്ളയിലൊക്കെ തന്നെ വലിയ തോതിലുള്ള പിന്തുണ ലഭിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇന്ത്യൻ ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്തോട് അവിടുത്തെയുള്ള ജനങ്ങളുടെ മനസ്സിനെ അടുപ്പിക്കാൻ നമ്മൾ നിരവധി പരിപാടികൾ ഇനിയും ആവിഷ്കരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായി ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ നാഷണൽ കോൺഫറൻസോ ഒക്കെ ജയിച്ചാലും, ഇനി ഒരുപക്ഷെ BJP തന്നെ ജയിച്ചാലും, ശാശ്വതമായ പരിഹാരം കാശ്മീരിൽ ഉണ്ടാവണമെങ്കിൽ അവരുടെ ജനങ്ങളുടെ മനസ്സിനെ നമ്മൾ വിജയിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള നടപടികൾ നമ്മൾ അടിയന്തരമായി തുടങ്ങുകയും വേണം ഇന്ത്യ ഗവൺമെൻറ്. ഇതുവരെ എടുത്ത നടപടികളൊക്കെ ഞാൻ അനുകൂലിക്കുന്ന ഒരാളാണ്. പക്ഷെ അതിനൊപ്പം തന്നെ ഈ പറയുന്ന അവിടെ നിന്നുള്ള വലിയ നേതാക്കന്മാരെ വളർത്തിക്കൊണ്ടുവരികയും അവരെ മുസ്ലിം കമ്മ്യൂണിറ്റി അപ്പോഴത്തെ ആളുകളെപ്പോലും അവർക്ക് പോലും വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന വലിയ നേതാക്കളെയും ഒക്കെ വളർത്തിക്കൊണ്ടുവിടാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും BJPയും ഒക്കെ ശ്രമിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതാണ് ഈ പറയുന്ന അവിടത്തെയുള്ള ഏറ്റവും വലിയ സമാധാനമുണ്ടാകാനുള്ള രാഷ്ട്രീയ പരിഹാരം. തെരഞ്ഞെടുപ്പുകൾ വരും പോകും, പക്ഷേ ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു 60 വയസ്സുവരെയെങ്കിലും മനസമാധാനത്തോടെ കാശ്മീരിലെ ജനതയ്ക്ക് ജീവിക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.